അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന 4-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു വെച്ചത്. സർവവും ബ്രഹ്മമായി കാണുന്നത് എങ്ങനെയാണ്? എല്ലാ നമ്മുടെ കർമ്മങ്ങളെയും ഒന്നൊഴിയാതെ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. അതിമഹത്തരമായ ആശയം, അതിഗംഭീരമായിട്ടുള്ള. ഇതിന് സമാനം എന്നല്ല, എങ്ങനെയാണ് ഇതൊക്കെ സിംബോളിക്കായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കൈവല്യോപനിഷത്തിൽ പറയും, ആത്മാനമരണിം കൃത്വ പ്രണവം ച ഉത്തരാരണിം ജ്ഞാനനിർമ്മദനാഭ്യാസാത് പാപം ദഹതി പണ്ഡിത. ആത്മാനം അരണിം കൃത്വ, എന്താണ്? തന്നെ അരണിയാക്കി. എങ്ങനെയാണ് 2 മരക്കഷ്ണങ്ങൾ കൂട്ടിയുരച്ച് അഗ്നി ഉണ്ടാക്കുന്നത്? ആ ഒരു വൃത്തിയെ, എന്താണ് ഈ ബ്രാഹ്മണ വൃത്തി എന്ന് പറയുന്ന അഗ്നി? യജ്ഞത്തിന് അഗ്നി എന്താ പറയുക, ഇതിൽ നിന്ന് തന്നെ ബാഹ്യമായി തീപ്പെട്ടി ഒരുക്കുകയോ അങ്ങനെയൊന്നും അല്ലാതെ തന്നെ എങ്ങനെയാണ് അഗ്നി ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അഗ്നിയാകേണ്ടത്? നമ്മുടെ APJ സാറുണ്ടല്ലോ, അബ്ദുൽ കലാം APJ, നമ്മുടെ മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ എന്തായിരുന്നു? അഗ്നിച്ചിറകുകൾ എന്നാണ്. നമ്മളെങ്ങനെയാണ് അഗ്നി ഏന്തിയവരാവാം നമുക്ക് സാധിക്കുന്നത്? സാറ് പറയുന്ന ഒരു ലൈറ്റ് ഹൗസ് ആവണം എന്നാണ്. ലൈറ്റ് ഹൗസിന് എന്ത് സാധിക്കും? മറ്റുള്ള കപ്പലുകൾക്കൊക്കെ അത് ദിശാബോധം നൽകുന്നത് പോലെ നമുക്കത് സാധിക്കും. അതിനെന്ത് വേണം? ഇതിനെയൊക്കെ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഉപനിഷത്ത് പറയുന്നത്, ആത്മാനം അരണിം കൃത്വ പ്രണവം ച ഉത്തരാരണിം. അതിൽ ഈ ഓംകാരം എന്ന് പറയുന്ന പ്രണവം എന്താണ്? ഉത്തരാരണിയാണ്, മുകളിലുള്ള അരണിയാണ്. ഈ 2 അരണികളാണല്ലോ കടയുന്നത്. ജ്ഞാനനിർമ്മദനാഭ്യാസാത്, ജ്ഞാനമാകുന്ന ഈ ജ്ഞാനമാണ് അവിടെ അഗ്നി. ആ അഗ്നിയെ ജ്വലിപ്പിക്കുന്നതിന് പ്രണവോപാസന, ഓംകാരത്തെ അനുസന്ധാനം ചെയ്യുക, അല്ലെങ്കിൽ കേട്ടത് എന്താണെന്നുള്ളത് നന്നായിട്ട് മനനവും ശ്രവണവും നിധിധ്യാസനവും, ഇതാണ് ആ പ്രക്രിയ. ഇത് ഉപനിഷത്തിൽ പറയൂ, എങ്ങനെയാണോ പശുക്കൾ പുല്ല് തിന്നിട്ട് അതിനെങ്ങനെ അയവിറക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു സമയത്ത് അത് പോയിട്ട് ഇങ്ങനെ നല്ലോണം ശാപ്പിടും. എന്നിട്ട് അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതങ്ങനെ അവിടെ കിടന്നിട്ട് അതിനെങ്ങനെ എടുത്തിട്ട് അതിനെ ദഹിപ്പിക്കുന്ന പരിപാടി ചെയ്യുന്ന. ഇതുപോലെ നമ്മളും ശ്രവണം ചെയ്തതിനെ മുഴുവൻ ആ മനനത്തിനും നിധിധ്യാസനത്തിനും വേണ്ടിയിട്ടുള്ള പ്രക്രിയയാക്കി മാറ്റണം. അതിനെയാണ് ഇവിടെ ജ്ഞാനനിർമ്മദനാഭ്യാസാത്. അങ്ങനെയാണെങ്കിലോ, എന്നിട്ട് പാപം ദഹതി പണ്ഡിത, ജ്ഞാനിയായിട്ടുള്ളവൻ എല്ലാറ്റിനെയും ആ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചു കളയുന്നു എന്ന് പറയാം. അപ്പോൾ ഉപനിഷത്ത് പറയുന്ന അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബ്രഹ്മപൂജ. തുടർന്ന് ഭഗവാൻ പറയുന്നു, യജ്ഞങ്ങളുടെ പ്രകരണം തുടങ്ങുകയാണ്. ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ, ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഇവിടുന്ന് അങ്ങോട്ടാണ് യജ്ഞപ്രകരണം തുടങ്ങുന്നത്. എന്താണ് യജ്ഞം? ഇഷ്ടിക നിരത്തി അതിൽ ഹോമകുണ്ടമുണ്ടാക്കി തീ പകർന്ന്, എന്നിട്ട് ഈ പറഞ്ഞതുപോലെ കുറേ ഹവിസുക്കൾ, നെയ്യ്, അത് ഇതൊക്കെ ഹോമിക്കൽ മാത്രമാണോ? ഭഗവത്ഗീത ആ യജ്ഞത്തെ അല്ല പറയുന്നത്. യജ്ഞം എന്താണെന്ന് കേൾക്കൂ നിങ്ങൾ. എങ്ങനെയാണ് ഹോമകുണ്ടം തീർക്കേണ്ടത് എല്ലാം പറയുന്നുണ്ട്. ഇതാണ് ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ, ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. അപരേ, ചിലർ. അപ്പോൾ ഓരോരുത്തരും ഓരോരോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചത്, എന്താണ്? ഇവിടെ ഓരോരോ സമ്പ്രദായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ചോദിക്കുന്നില്ലേ,
ഈ ഹിന്ദു മതത്തെക്കുറിച്ച് പറയുമ്പം ശ്രീനാരായണ ഗുരുദേവൻ്റെ അഭിപ്രായം, ശ്രീനാരായണ ഗുരുദേവൻ ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. ഹിന്ദുമതം അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം വളരെ റെലവൻ്റാണ്. അങ്ങനെയൊന്നും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു മതമുണ്ടോ? ഇല്ല. അത് ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാറുകൾ എന്ന് പറയുന്നത് പോലെയാണ്. കാറുകൾ എന്ന് പറഞ്ഞാൽ പല ബ്രാൻഡ് ഉണ്ട്, പല കാറുകളുണ്ട്. കാറ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചോദിക്കില്ല ഏതാണ്. പണ്ടാണെങ്കിൽ അംബാസിഡർ ആണോ ഫിയറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ കാറുകൾ എന്നുള്ളത് എന്താണ്? പൊതുവായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദുമതം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല, അതിൽ പലതും ഉണ്ട്. ആ പലതിനെക്കുറിച്ച് പറയുന്നു. അത് എന്താണ്? ഈ ഭഗവത്ഗീത പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ വേദത്തിൽ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വൈവിധ്യങ്ങളാകുന്ന ആചരണങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ നിങ്ങൾ ഒന്നാക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, നടക്കൂല. അത് വെറുതെ പറയാനിങ്ങനെ പറയാം എന്നുള്ളതേ ഉള്ളൂ. നോക്ക്, നമ്മൾ ഈ ഇവിടുന്ന് ഈ ഒരു ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഷിക്കാഗോയിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് സംസാരിക്കണം. ഇവിടെ ഈ ഇവരുടെ ഈ ബഹായി ടെമ്പിൾ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിൽ. ഇവിടെ നിന്നുള്ളവരെ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി കാണിച്ചിരുന്നു. ഈ കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് കുറച്ച് അടുപ്പമുണ്ട്. അപ്പോൾ ഇവർ പറയുക എന്താണ്? ടെമ്പിളാണ് ഇവരുടെ, പറയുമ്പോൾ അതിന് ടെമ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം ഡൽഹിയിൽ ഏറ്റവും വലിയ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് അവിടെ പോകാനൊരു ശ്രമം നടത്തി നോക്കൂ. അവിടെ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അവരൊരു കണക്ക് പറയുന്നുണ്ട്, 1,00,000 ആളുകളോളം ഇങ്ങനെ വരുന്നുണ്ട്. സീസണൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. നമ്മളന്ന് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു 4 മണിക്കൂറോളം ക്യൂ നിന്നിട്ടുണ്ട്. അത്ര വലിയ ക്യൂ ആണ്, വൻ ക്യൂ ആണ്, 4 നിരയായിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു. എന്തിനാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമാനമായ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ അവിടെ. അപ്പോൾ ഇത് ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ ഈ അവിടേക്ക് വരുന്ന എല്ലാ ആളുകളും ബഹാഉള്ളയുടെ അനുയായികളാണോ അല്ലെങ്കിൽ ആ ഫെയ്ത്തിൻ്റെ ആൾക്കാരാണോ? അല്ല. അവരെല്ലാം തന്നെ പൊതുവായി നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ചിലരോടൊക്കെ ചോദിച്ചു, അവിടുത്തെ സാധാ ആൾക്കാരാണ്, അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഇതെന്താന്ന് പോലും ഒരു പിടിയില്ല. അവരെ സംബന്ധിച്ച് ഒരു ക്ഷേത്രമാണ്. അവർ കമൽ മന്ദിർ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ലോട്ടസ് ടെമ്പിളിൻ്റെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മലയാളത്തിൽ ഹിന്ദിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ കമലക്ഷേത്രമാണ്. അപ്പോൾ എന്തിനാണ് അവരെന്താന്ന് പറഞ്ഞാൽ അവിടെ വിഗ്രഹമോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വഴിപാട് ഇത്യാദി കാര്യങ്ങളോ പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ആ സമയത്താണെങ്കിൽ അത് സൈലൻസാണ് അതിൻ്റെ ഉള്ളിൽ. അത് വളരെ കർശനമായിട്ടുള്ളൊരു കാര്യം. വലിയൊരു അതിമനോഹരമായിട്ടുള്ള രീതിയിൽ തീർത്തിട്ടുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു നല്ലൊരു മെഡിറ്റേഷൻ ഒരു പ്ലേസാണത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ശാന്തി ഉണ്ടാവും. ഈ പുറത്തുനിന്നൊക്കെ ബഹളം ഉണ്ടാക്കി വന്നിട്ടുള്ള അവരകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നിർദ്ദേശം തരും. അതിൻ്റെ ഉള്ളിൽ സംസാരമോ കാര്യങ്ങളോ ഒന്നും പാടില്ല, മറ്റേ ഫോട്ടോ എടുക്കലോ കാര്യങ്ങളോ ഒന്നും പാടില്ല, പുറത്തൊക്കെ ആവാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഇരിക്കുന്നവർ ഈ കണക്കിന് 10,000 ആൾ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ആർക്കും ഒരു തിരക്കുമില്ല. അവിടെ ഒന്നങ്ങനെ ഒരു മിനിറ്റ് ഇരുന്ന് അപ്പണീറ്റ് പോകും. അപ്പണീറ്റ് വേഗം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് കണ്ട് ഇറങ്ങി അതിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വരുന്നു. ആളുകൾക്ക് അവിടേക്ക് വരാൻ അവർക്ക് അവരുടെ എന്തെങ്കിലും അവർ ഇന്ന പ്രകാരത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, അവർ വേറെ എവിടെയും പോവില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ എറണാകുളത്തൊക്കെ നോക്കൂ,
അവിടെയുള്ള ഒരു വെള്ളിയാഴ്ച പള്ളി എന്ന് പറയുന്നുണ്ടല്ലോ, കുരിശുപള്ളി, അങ്ങനെ അത് എല്ലായിടത്തും ഉണ്ട്. കോഴിക്കോടുണ്ട്, നമുക്കറിയാം. അവിടെ എല്ലാവരും പോകും. എന്നാൽ അങ്ങനെ പോകാത്തവരുണ്ട്, കണിശമായി പോകാത്ത വളരെ എന്താ പറയുക, അവരവരുടെ ചില വിശ്വാസത്തിൽ അടിയുറച്ചിട്ട് മറ്റൊന്നും ശരിയല്ല എന്ന മട്ടിൽ അതിനെ നോക്കുക പോലുമില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത് അവരെ സംബന്ധിച്ച് അത് അവർക്ക് ശരിയാണെന്ന് തോന്നുന്നതാണ്. അത് ഇപ്പോൾ പൂക്കളോ കാര്യങ്ങളോ ഒന്നും വിളക്ക് കത്തിക്കുക, പൂക്കൾ അർപ്പിക്കുക, ഇത്യാദി കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതൊക്കെ വേറെ ഏതോ മതത്തിൻ്റെ ആചാരമാണ്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ദൈവം എന്നോട് മുകളിൽ പോയാൽ ശിക്ഷ തരും, വിധിക്കും എന്നൊക്കെ കൽപ്പിക്കുന്ന ആളുകളാണ്. പക്ഷെ വലിയൊരു ശതമാനം ആൾക്കാർ ഇതൊന്നുമല്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ എന്താ പറയുക, പല നേർച്ചകൾ നടക്കുന്ന പള്ളികളുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കടപ്പുറത്ത് ഉള്ള തിരുവനന്തപുരത്ത്, അപ്പോൾ അവിടെ ഇതേപോലെയാണ്. ഈ ആളുകൾ പോയിട്ട് ഈ പറഞ്ഞ ഹിന്ദുക്കളും എല്ലാവരും പോകുന്നുണ്ട് അവിടെ. അവർ ഈ പറഞ്ഞ വിശ്വാസത്തിന് മുകളിലല്ല. അപ്പം നമുക്ക് അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ അങ്ങനെ ചോദിച്ചത്. ആരാ ഹിന്ദു ആരാന്ന് ചോദിച്ചത്. ആരെയാ പറയാൻ പറ്റുക? അങ്ങനെ ഒരാളുണ്ടോ? ഏതെങ്കിലും ഒരു കൂട്ടരുണ്ടോ? ഇല്ല. നമ്മൾ വെറുതെ രാമകൃഷ്ണൻ ഗോപാലൻ എന്നൊക്കെ പറയുന്ന പേര് കാണുമ്പോൾ എഴുതി വിടുകയാണ് ഇവ ഹിന്ദു എന്ന്. അങ്ങനെ ഒരു കൂട്ടരില്ല എന്നുള്ളത് ഗുരുദേവന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. നമുക്ക് തോന്നുന്നത് ഗുരുദേവൻ എന്താണ് അത് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സ്വാമിജി പറയാറുണ്ട്. സ്വാമിജി പിന്നെ ഗുരുദേവന് ശേഷം വന്ന ആളല്ലേ. ചിന്മയാൻ സ്വാമികൾ പറയാറുണ്ട്, ആരാണ് ഹിന്ദു എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്തിന് അങ്ങനെ ഒരു വിശ്വ ഹിന്ദുവിന് രൂപം കൊടുത്ത ആളാണ്. പിന്നെ അന്ന് എന്താ പറയുക, അതൊക്കെ പൂട്ടിക്കെട്ടി എന്നൊക്കെ പുറത്ത് ചാടിയിട്ടുള്ളതുമാണ്. ഇവിടെ പറയണത്, ഇവിടെ ഭഗവാൻ തന്നെ പറയണം എന്താണ്, അപരേ ചിലർ. അപ്പോൾ ഇവിടെ അങ്ങനെ പല ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാറുകൾ എന്ന് പറയുമ്പോൾ പല ബ്രാൻഡ് ചെയ്തിട്ടുള്ള പല നിർമ്മാതാക്കളുടെ പലരും എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? നമുക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. മതങ്ങളുടെയൊക്കെ ഉദ്ദേശം നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അത് തന്നെയാണ്. അതുകൊണ്ടാണ് പല മത സാരവും ഏകം എന്ന് പറഞ്ഞത്. ഇത് തമ്മിൽ തല്ല് കൂടേണ്ട കാര്യമില്ല. ഈ തല്ല് കൂടുന്നവരൊക്കെ എന്താണ്, കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് എന്നൊക്കെ പറയണത് അതുകൊണ്ടാണ്. അപ്പോൾ അവരെ യോഗിനഃ, മറ്റു ചില യോഗികൾ, ദൈവം യജ്ഞം ഏവ പര്യുപാസത്തെ, ദൈവമായ യജ്ഞത്തെ ഉപാസിക്കുന്നു. അവരെ മറ്റു ചിലരോ യജ്ഞേന യജ്ഞം കൊണ്ട് യജ്ഞത്തെ ബ്രഹ്മാഗ്നൗ ഉപജുഹ്വതി, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവീ സമ്പത്തിനെ നിറയ്ക്കുക. അതാണ് നമ്മുടെ ഹോമദ്രവ്യങ്ങളൊക്കെ. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് എങ്ങനെയാണ് ഒരാൾ യജ്ഞം ചെയ്യുന്നത് എന്ന്. അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ഓരോ ആളുകളെയും. ഇപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ പറയാറില്ലേ, എനിക്ക് ഈ അമ്പലത്തിലും പള്ളിയിലും ഇങ്ങനെയുള്ള നിങ്ങൾ ഈ കാണിക്കുന്ന ഇതൊന്നും എന്നെ നിങ്ങൾ അതിന് നിർബന്ധിക്കരുത്, ഞാൻ അതിനൊന്നും വരില്ല, കാരണം എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസമില്ല, ഞാൻ ഈ പള്ളിയിൽ പോവില്ല, അമ്പലത്തിൽ പോവില്ല, നിസ്കരിക്കില്ല എന്നൊക്കെ പറയുന്നവന് ശത്രുവായിട്ട് അതത് വിശ്വാസികൾ കാണാറുണ്ട്. അത് അവരുടെ വിവരക്കേടാണ്. സത്യം പറഞ്ഞാൽ അവർക്കൊരു 10 പൈസയുടെ ബുദ്ധിയില്ല അതത് ആളുകൾക്ക്. നമ്മളോടൊക്കെ എത്രയോ രക്ഷിതാക്കൾ പറയാറുണ്ട്, സ്വാമി ഇവനോട് ഒന്ന് അമ്പലത്തിലേക്ക് പോകാൻ പറയണം, അവിടെ വരാൻ പറയണം, ഇവിടെ വരാൻ പറയണം, അവൻ അതിലൊന്നും തീരെ താല്പര്യമില്ല, അല്ലെ അവൾക്ക് താല്പര്യമില്ല, ഇവർക്ക് എന്തോ കുഴപ്പങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ല, ഇവരെക്കാളുമൊക്കെ എത്രയോ ഭേദവുമാണ്. അപ്പോൾ അവരോട് വെറുതെ നമ്മൾ ഇതിനു വേണ്ടിയൊന്നുമല്ല വെറുതെ സംസാരിക്കുമ്പോൾ അവരെല്ലാം വളരെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല ഗ്രാഹ്യമുള്ളവരാണ്. ഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന മതങ്ങൾ പറയുന്ന ഈശ്വരനും അതും ഇതുമൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ട്.
ഈ കാണിച്ചു കൂട്ടണമൊക്കെ വെറുതെയാണ്, ഇതല്ല വേണ്ടത്. അതായിക്കോട്ടെ, അവരത് ചെയ്തോട്ടെ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഏരിയ ഇതല്ല. അപ്പോൾ അതിവിടെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗണത്തിൽ പെടും. നിങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യജ്ഞം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ യജ്ഞകുണ്ഡം ഏതാണ്, നിങ്ങളുടെ യജ്ഞാഗ്നി ഏതാണ്, നിങ്ങളുടെ ഹവിസ്സുക്കൾ ഏതാണ്? വളരെ അതിമനോഹരമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇതിൽ പെടും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ. അപ്പോൾ നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ പറയണത്? ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാന്യന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ശ്രോത്രാദീനി ഇന്ദ്രിയാണി അന്യേ അന്യേ അപരേ എന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ മറ്റൊരു ശബ്ദം എന്താണ്? അന്യേ എന്ന് പറഞ്ഞാൽ മറ്റു ചിലർ, വേറെ ചിലർ എന്താ ചെയ്യുന്നത്? ശ്രോത്രാദീനി, ശ്രോത്രം കാത്, കണ്ണ്, കാത്, മൂക്ക്, ഇങ്ങനെ കാത് തുടങ്ങിയിട്ടുള്ള ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ സംയമാഗ്നിഷു ജുഹ്വതി. ഒരു കൂട്ടർ സംയമനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ആരാണത്? ഏതാണ് അവരുടെ ഹോമദ്രവ്യങ്ങൾ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശ്രോത്രാദീനി ഇന്ദ്രിയാണി. അപ്പം ശ്രോത്രം മുതലായിട്ടുള്ള കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ എന്തു ചെയ്യുന്നു? അവർ സംയമനമാകുന്ന അഗ്നി കൊണ്ട് ആ സംയമനമാകുന്ന അഗ്നിയിലേക്ക് ഇവർ ഈ വിഭവങ്ങളെ ഇടുന്നു. എന്താ ഇത്? ഇപ്പം ഈ നമ്മൾ ആരെയും കുറച്ച് പറയുന്നതല്ല. ഇപ്പോൾ ഭക്തനാണ്, വിശ്വാസിയാണ്, പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ദേഷ്യം വരും, ഭയങ്കര ദേഷ്യമാണ്. ഒന്ന് വെറുതെ തമാശ പറഞ്ഞാൽ കരഞ്ഞിരിക്കും, കരച്ചിലാണ്. വികാരങ്ങൾക്ക് അടിമയാണ്. അത് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല ആർക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അമ്പലത്തിൽ വരില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പലരുടെ മുന്നിൽ വെച്ച് ഇവനെ പറയും. ഇവൻ ഇതിലൊന്നും ഒരു താല്പര്യമില്ല, എന്താവുമെന്ന് ഈശ്വരനെ നിന്ദിച്ച് നടക്കുകയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയും. വേറെ അവന് ഒരു കുഴപ്പമില്ല. ഈ കലുങ്കിൽ പോയി ഇരുന്ന് വീഡിയോ വലിക്കുക, എന്നിട്ട് പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോവുക, അങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോകാറില്ല. വളരെ ഡീസൻ്റാണ്. പക്ഷേ അവരുടെ ഒരു നോട്ടത്തിൽ ഇവൻ ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോകുന്നില്ല, അവരുടെ കൂടെ പള്ളിയിൽ പോകുന്നില്ല, ആശ്രമത്തിൽ പോകുന്നില്ല, ഇതിനൊന്നും അവൻ പോകുന്നില്ല. പക്ഷേ ഇവർ പറയുന്നൊരു കാര്യം അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് ഭയങ്കര ക്ഷമയാണ് ഇവന്. ആരെന്തൊക്കെ പറഞ്ഞാലും അതവൻ കാര്യമാക്കി എടുക്കുകയോ അതിന് പിന്നീട് പകരം ചോദിക്കുകയോ അങ്ങനെ ദേഷ്യം കാണിക്കുകയോ ഒന്നുമില്ല. അവനോട് എന്താടാ നീ അവരെങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്താ ഒന്നും പറയാഞ്ഞ? അങ്ങനെ ഞാനെന്തു പറയാനാ? അവരെന്തെങ്കിലും വിഷമം കൊണ്ട് അവർ പറഞ്ഞതായിരിക്കും. അതൊക്കെ എന്തിനാ ഇപ്പോൾ കാര്യമാക്കുന്നത്? അങ്ങനെ കാര്യമാക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ അവൻ നീ വലിയ ഉപദേശിയൊക്കെയാണല്ലോ എന്നിവർ പറയുകയും ചെയ്യും. അപ്പം എന്താ ഇവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവൾ ചെയ്യുന്നത്? സംയമനം എന്ന് പറയുന്ന ഒരു അഗ്നി മൂപ്പർ എപ്പോഴും ജ്വലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ ചപ്പ് ചവറുകൾ, വർത്തമാനങ്ങളും അതും ഇതൊക്കെ കൊണ്ടിടുക. അതിലപ്പം കരിഞ്ഞു പോകും, ശേഖരിച്ചു വെക്കില്ല. ഒരു കൂട്ടർ അങ്ങനെയാണ്, സംയമനാഗ്നിയിൽ അങ്ങനെ ഹോമിക്കും. ഒരു തരത്തിലും
അവരെ എന്താ പറയുക, ഇളക്കാൻ പറ്റില്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ ഈ സംയമനമാകുന്ന അഗ്നി ജ്വലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കാണ് ഇതൊക്കെ ഇടുക. അങ്ങനെ ഒരു കൂട്ടർ, അങ്ങനെ ഇല്ലേ, ആളുകളില്ലേ, ഇത്ര ആളുകളുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പ്രതികരിക്കാത്തവർ. അവർക്ക് പ്രതികരണ ശേഷിയില്ലാത്തത് കൊണ്ടാണോ? അവർ വെറുതെ ബഹളം ഉണ്ടാക്കാഞ്ഞിട്ടാണോ? അല്ല, അതിൻ്റെ കാര്യമില്ല. ഈ പറയുന്ന പൂരത്തെറി പറയുക, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, വൃത്തികേടുകൾ എഴുതുക, പറയുക, കഥ ചമയ്ക്കുക, ഇതിനൊക്കെ നിങ്ങൾ സമാധാനം പറയാൻ പോയാലോ? അതിനേ നേരം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഊർജം ആ വഴിക്ക് പോകും. ആ സമയം കൊണ്ട് 4 പുസ്തകം വായിക്കുക, എന്നാൽ ഗുണമുണ്ടാവും. നമ്മളോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, എന്താ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത്? അതെങ്ങനെയാണ് സന്യാസി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത്? മാനാവമാനങ്ങൾ ജയിക്കണമെന്ന് നാട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കുന്ന ഒരാൾ ചോദിച്ചാൽ പോരെ? അപ്പോൾ സ്വാമിക്ക് മാനമുണ്ടല്ലേ? ആ മാനത്തിന് ഭംഗം ഉണ്ടായില്ലേ? അതിന് ചില്ലറ കാശ് കിട്ടിയാൽ ആ പ്രശ്നം സോൾവ് ആവും അല്ലേ എന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മൾ ഈ കാവി ഇട്ടിട്ട് ഉപദേശിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല, എന്ത് തോന്നിയാസം പറഞ്ഞാലും. ഈ പഠിക്കുന്നത് അവനവന് അതിലല്പമെങ്കിലും പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇതൊക്കെ നമ്മുടെ അവസരങ്ങളല്ലേ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. ഗീത എങ്ങനെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാം, അതിലെ പ്രായോഗികത എന്താണ്, നിങ്ങളും പരീക്ഷിച്ചോളൂ. ഈ പറഞ്ഞ ഈ ഏടാകൂടം പറയുന്നവർക്കൊക്കെ അയ്യോ ഞാൻ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് സമാധാനം പറയാൻ പോകുന്നതിനോളം മണ്ടത്തരം വേറെ ഒന്നുമില്ല. അപ്പോൾ ഏത് അഗ്നി നിങ്ങൾ ജ്വലിപ്പിക്കണം? സംയമനമാകുന്ന അഗ്നി. ആ അഗ്നിയിൽ നിങ്ങളെക്കുറിച്ച് പറയുന്ന കോമഡിയൊക്കെ നിങ്ങൾക്ക്, പണ്ട് സ്റ്റാലിനും നെഹ്റുവും തമ്മിൽ ഉള്ള സംഭാഷണത്തിൽ പറയുന്നില്ലേ, സ്റ്റാലിൻ പറയും, എന്താ ഇവരുടെ വിനോദം പരസ്പരം പങ്കുവയ്ക്കുകയാണ്. നെഹ്റു പറയും, എന്നെ വിമർശിക്കുന്ന കാർട്ടൂണുകൾ, ഈ ലേഖനങ്ങൾ, ഈ പത്ര കട്ടിങ്സൊക്കെ ശേഖരിക്കൽ എൻ്റെ ഒരു വിനോദമാണെന്ന് നെഹ്റു പറഞ്ഞു. ഞാൻ അതെല്ലാം ശേഖരിക്കുന്നു. സ്റ്റാലിൻ പറഞ്ഞു, എൻ്റെ ജോലി അതാണ്, പക്ഷേ ഞാൻ അതല്ല ശേഖരിക്കുക, അത് എഴുതുന്നവരെയും വരയ്ക്കുന്നവരെയാണ് ഞാൻ ശേഖരിക്കുക എന്ന് പറയും. തമാശയായിട്ട് പറയുന്ന. അപ്പം നമ്മൾ ഇവനിന്ന 4 പാര ഞാൻ പണിയണം എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ആരൊക്കെയുണ്ട്? അപ്പം നിങ്ങളിത് ശീലിച്ച് നോക്കി നോക്കൂ. ഇത് ഭയങ്കര റിലീസാണ്. സംയമനമാകുന്ന അഗ്നിയിൽ നമ്മൾ അത് കൊളുത്തണം. ബാഹ്യമായ അഗ്നി ജ്വലിപ്പിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. അകത്തൊരു ജ്യോതി ഉണ്ടാവണം. ആ പുറത്തെ ജ്യോതി തെളിയിച്ചോളൂ, അത് അകത്തെ ജ്യോതിയാക്കിയിട്ട് അങ്ങോട്ട്. പുറത്തത് കാറ്റ് വന്നാൽ കെടും, ഇത് ഒരു കാറ്റിലും കെടില്ല. അന്തഃജ്യോതി ബഹിജ്യോതി, ജ്യോതി ജ്യോതി ശിവോസ്മ്യഹം. പുറത്തെ ജ്യോതി തന്നെയാണ് അകത്തത്. അപ്പം സംയമനമാകുന്ന അഗ്നിയിൽ ചിലർ എന്ത് ചെയ്യുന്നു? ഈ ശബ്ദാദി വിഷയങ്ങളെയൊക്കെ ഹോമിക്കുന്നു. അവരെ സംബന്ധിച്ച് അതൊന്നും അവർക്കൊരു വിഷയമല്ല. കാര്യമാത്ര പ്രസക്തമായിട്ട് നിങ്ങളോട് അങ്ങനെ അടുപ്പമുള്ള നിങ്ങളുടെ എന്താ പറയുക, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ എന്നൊക്കെ പറയുന്നവർ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. അതാവശ്യമാണ്. എന്ത് വേണമെങ്കിലും ആവട്ടെ എന്നുള്ള ആ പരിപാടിയല്ല ഇത്. അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ തൊട്ട് അതിലൊന്നും ഇത്
ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എടുത്തിട്ടേക്കാം, ഭും, അത് കഴിഞ്ഞു. ഈ സംയമനാഗ്നി എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജാണ്. അതിൽ കത്താത്തതായിട്ടുള്ള, അതിൽ എരിഞ്ഞു പോവാത്തതായിട്ടുള്ള ഒന്നുമില്ല. എന്നാൽ അന്യേ, ഇതേ ശ്ലോകത്തിൽ രണ്ടാമത്തെ കൂട്ടരെ പറയാം, അന്യേ മറ്റൊരാളോ ശബ്ദാദീൻ വിഷയാൻ, ഈ പറഞ്ഞ ശബ്ദാദി വിഷയങ്ങളൊക്കെ തന്നെ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി, ഇന്ദ്രിയങ്ങളിൽ തന്നെ ഹോമിക്കുന്നു. അവർക്ക് ആ കണ്ടു അത്ര തന്നെ, ബസ് കഴിഞ്ഞു. അത് കേട്ടു, എന്താ തന്നെ എനിക്ക് ഓർമ്മയില്ല. അവർക്ക് ഉള്ളിലേക്ക് പോലും എടുക്കണ്ട, പുറത്തുനിന്ന് തന്നെ അതിനെ എന്ത് ചെയ്യാം. അവർ ഇങ്ങനെ കാത് കൂർപ്പിച്ച് വേറൊരു നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളിങ്ങനെ കേട്ട്, ഓ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേയാളെ നോക്കിയപ്പം അയാളുടെ ഒരൊറ്റ സൈൻ കൊണ്ട് പറഞ്ഞു, ഇതെല്ലാം ഒന്നുമില്ല, എല്ലാം എന്താ പറയുക, തള്ളിക്കളയാനുള്ള, ഒന്നും കാര്യമാക്കണ്ടെന്ന് പറയാം, എല്ലാം വിട്ടേക്ക്. തിരിച്ചു വരുമ്പോൾ ചോദിക്കും, ചേട്ടനൊന്നും കേട്ടില്ലേ, ഇതിങ്ങനെ ഇദ്ദേഹം പാവം എന്നാ ഒന്നും പറയാത്ത എന്ത്. നമ്മൾ ആളുകൾക്ക് ഉപദേശം കൊടുക്കാറ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ചപ്പാത്തി ചൂടലും ദോശ ചൂടലും, ഈ ദോശ നല്ല കൃത്യമായിട്ടുള്ള ചുടലാണെങ്കിൽ അതിങ്ങനെ മാവ് കല്ലിലിങ്ങനെ ഒഴിച്ച് അത് നല്ല മൊരിഞ്ഞിങ്ങനെ വരുമ്പം ഒറ്റ മറയ്ക്കൽ, ആ ഒറ്റ മറയ്ക്കൽ കല്ലിലേക്ക് മറച്ചിട്ട് വേണമെങ്കിൽ പിന്നെ അതിനെ അങ്ങോട്ട് മടക്കാം, എന്നിട്ട് നേരെ പ്ലേറ്റിലേക്ക് വെക്കാം. അതാണ് ക്ലീൻ ദോശയുടെ സൈൻ, അതാണ് ഒറ്റ മറച്ചിടൽ. ചപ്പാത്തി എങ്ങനെയാണോ? അല്ല, ചപ്പാത്തി ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കും. ഇതുപോലെ ചിലർ ഈ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറയുക, എന്തെങ്കിലും ഉണ്ടോ പുതിയത്? ഒന്നുമില്ല, ഇതേ സാധനം. അപ്പം നമ്മൾ ഇങ്ങനെ ആളുകളോട് ചിലപ്പം അങ്ങോട്ട് ആമുഖമായിട്ട് ഈ ചപ്പാത്തി ചുടലും ദോശയുടെയും കാര്യം അങ്ങോട്ട് ആദ്യം പറയും, ഇതറിയുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു കാര്യമായിട്ട് കേൾക്കും, അതെന്താണ്, എനിക്ക് വലിയ പാചകമൊന്നും അറിയില്ല, എന്നാലും എന്താണ് പറയൂ, അതിൻ്റെ വ്യത്യാസം അറിയുമോ എന്ന് ചോദിക്കും. ഇങ്ങനെയാണ് ദോശ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മറിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞാൽ മതി, അത് ആരോടാണോ അവരോട്. ഇത് തന്നെ അങ്ങനെ ഈ മറിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് കേൾക്കണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇറിറ്റേഷൻ വരും. അതിനെന്ത് വേണമെന്നറിയോ, നിങ്ങൾ ഈ അഗ്നി ജ്വലിപ്പിച്ച് വേണം ഇരിക്കാൻ, എന്നാൽ പിന്നെ പ്രശ്നമില്ല, ഇതിങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. തുടർന്ന് പറയാം, സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. അതിലും ഗംഭീരന്മാരുണ്ട് ഇവിടെ. ആത്മസംയമനമാകുന്ന യോഗാഗ്നി, കുറച്ചുകൂടെ ഡോസ് കൂടിയ അഗ്നിയാണ്. അപരേ, മറ്റു ചിലരാകട്ടെ, ഇതൊക്കെ ഓരോരോ കാറ്റഗറിയാണ്. നിങ്ങളൊക്കെ ഈ അഗ്നിഹോത്രികളായിരിക്കണം. എന്തുകൊണ്ടാണ് വേദത്തിൽ ഇങ്ങനെ പറയുന്നത്, അഗ്നി കെടാതെ, അഗ്നിയെ ഈ കെടാവിളക്ക്, അഗ്നി കെടാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താ? ഇതാണ്. മറ്റേ അഗ്നി കാറ്റുകൊണ്ട് അണഞ്ഞു പോവും, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ വീട്ടിലേക്ക് കയറുമ്പോൾ വിളക്കൊക്കെ കൊടുത്ത് കയറ്റുമല്ലോ, ആ സമയത്ത് ഒന്നിങ്ങനെ എണ്ണ കുലുങ്ങി കഴിഞ്ഞാൽ എണ്ണയിലേക്ക് തിരി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തിരി അണയും. അതങ്ങനെ അണയാൻ പാകത്തിനാണ് അവിടെ ഉള്ള ആൾ മനഃപൂർവ്വം കൊടുത്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കയറുന്നവർ ഇതൊക്കെ ഒന്ന് ആദ്യമേ സൂക്ഷിച്ചാൽ നല്ലതാണ്. അതൊന്ന് നിങ്ങൾ ട്രെയിനിങ് എടുത്താൽ നല്ലതാണ്. കാരണം അത് കാത്തിരിക്കുന്ന ചിലരുണ്ട്, വേണമെങ്കിൽ പിറകുന്ന് ഊതുക വരെ ചെയ്യും. വേണമെങ്കിൽ അവരപ്പുറം ഫാനൊക്കെ വെച്ച് കറക്റ്റാക്കി നിർത്തും. ഒരു ടേബിൾ ഫാൻ കാണാം, പൊസിഷനൊക്കെ മാറ്റി വയ്ക്കും.
എന്നിട്ട് ആദ്യം ഇങ്ങനെ അവരൊക്കെ നിൽക്കും, അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും. എന്നിട്ട് ഇതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ മാറും. അപ്പോഴെന്താ പിറകിൽ നിന്ന് ഇങ്ങനെ കാറ്റ് കൃത്യമായിട്ട് വന്ന് അണച്ചോളും. എല്ലാ വേലത്തരങ്ങളും കാണാം. അപ്പോൾ വളരെ സൂക്ഷിച്ചു വെക്കണം. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഈ അഗ്നി ഉണ്ടെങ്കിൽ പുറത്തെ അഗ്നി എങ്ങനെ എപ്പോഴൊക്കെ അണഞ്ഞു കഴിഞ്ഞാലും അടിത്തിരി കത്തിയാലും നിങ്ങൾ വിഷമിക്കരുത്. ഈ തിരി കരിഞ്ഞു പോയാലേ പോക്കാ കാര്യം. അതുകൊണ്ട് അവരെ മറ്റു ചിലർ സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ച, എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെ, പ്രാണൻ്റെ വ്യാപാരങ്ങളെ, എടുക്കുക, കൊടുക്കുക, നടക്കുക, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്, ഒക്കെ പ്രാണൻ്റെ വ്യാപാരങ്ങളാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, പ്രഥമ പ്രാണന്മാർ, ഉപപ്രാണന്മാരായിട്ടുള്ള കൃകൻ, ദേവദത്തൻ, ധനഞ്ജയൻ തുടങ്ങിയിട്ടുള്ള പ്രാണന്മാരുടെ ദശപ്രാണന്മാരാണ്. ഈ പ്രാണന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളും എല്ലാറ്റിനെയും ജ്ഞാനദീപിതേ, അറിവാകുന്ന ജ്ഞാനമാകുന്ന ആ ആത്മസംയമ യോഗാഗ്നൗ, ആ ആത്മസംയമനമാകുന്ന യോഗാഗ്നിയിൽ ജുഹ്വതി, ഹോമിക്കുന്നു. ഇങ്ങനെ 4-5 അഗ്നികൾ നമ്മളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇത് നമുക്കാകെ പരിചയമുള്ള അഗ്നി ഇതാണ്. എന്തുകൊണ്ടാണ് ഋഗ്വേദം വൈദിക സാഹിത്യത്തിലെ ആദ്യത്തേതെന്ന് പറഞ്ഞ ഋഗ്വേദത്തിലെ ഒന്നാമത്തെ മന്ത്രം, ഒന്നാമത്തെ ഋക്ക് എന്താണ്? അഗ്നിമീളേ പുരോഹിതം. അഗ്നിയാണ് പുരോഹിതൻ. നമ്മുടെയൊക്കെ പുരോഹിതനായിരിക്കണം അഗ്നി. ഏതഗ്നി? ഈ അഗ്നി. ഉള്ളിൽ ആ അഗ്നി ഉണ്ടെങ്കിൽ ജ്ഞാനാഗ്നി. വേറൊരു അഗ്നിയുണ്ട്, വരാൻ പോണ അഗ്നിയാണ്, അതൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട്. ജഠരാഗ്നി, വൈശ്വാനരാഗ്നി. നമുക്ക് തന്നെ ചൂടുണ്ടല്ലോ, നമ്മുടെ ദേഹത്ത് ചൂടില്ലേ, നമ്മൾ അഗ്നി ഏന്തിയവരാ. അതിനെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കി കൊടുക്കണം. ഈ പ്രാണനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ അഗ്നി ഒന്ന് ഉഷാറാവും. കാരണം ഇതിന് ഓക്സിജൻ നന്നായി വേണമല്ലോ അഗ്നിക്ക് ഇങ്ങനെ ജ്വലിക്കാൻ. ഇപ്പോൾ നിങ്ങളിതിൽ യൂട്യൂബിൽ സംശയമൊന്നും എഴുതരുതേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊള്ളലേൽക്കില്ലേ എന്നൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പറയുമല്ലോ പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചുട്ടു പൊള്ളണമെന്ന്. 100 ഡിഗ്രി വെള്ളം തിളയ്ക്കുന്നതൊക്കെയാണ് നമ്മളെ അളവ് നോക്കിയാൽ കാണുക. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വിയർപ്പ് പുറത്തേക്കൊക്കെ വരും. അഗ്നിയുണ്ട്. ഈ അഗ്നി ഇതുണ്ടോ എന്നുള്ളത് നോക്കണം. എന്നിട്ടോ സർവ്വതിനെയും ഇടുക. അമ്മായിയമ്മയെ എടുത്തിടാം, മരുമോളെ എടുത്തിടാം, അമ്മായിയച്ഛനെ ഇടാം. എല്ലാ ലവലാതി വർത്തമാനം പറയുന്നവർ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കുക. സതി അനുഷ്ഠിക്കുക. ഇതിലൊക്കെ പിടിച്ച് തള്ളിയിടണം, ഇങ്ങനെ സിംബോളിക്കായിട്ട്. നിങ്ങൾ ആ വിദ്യ പഠിച്ചു നോക്കൂ. നമ്മൾ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണെന്നറിയാം, ഇങ്ങനെ ഇത് കോമഡി ആയിട്ട് തോന്നും, ഭയങ്കര രസമാണ്, നിങ്ങൾക്ക് ചിരി വരും. പരിഹസിച്ച് ചിരിക്കുന്നതല്ല, നിങ്ങൾക്ക് ശരിക്കും ചിരി വരും. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ വെറുതെ അനാവശ്യമായി ഭയങ്കരമായിട്ട് എന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ആര് വിചാരിക്കാൻ, ഇവർക്ക് എന്താ വേറെ പണിയൊന്നുമില്ല, ഇവർക്ക് ഒരുപാട് ജോലി വേറെ ഉണ്ട്, ഒരു നേരം പോക്കിന് കുറച്ചൊന്ന് പറയണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ആത്മസംയമനമാകുന്ന അഗ്നിയിൽ നിങ്ങൾ എന്തു വേണം? ഇതിനെ ജ്വലിപ്പിക്കണം. അടുത്ത യജ്ഞം പറയുന്നത് കുറച്ച് എന്താ പറയുക, ധാരാളികളുടെയും മറ്റുള്ള യജ്ഞം നടത്തുന്ന ആൾക്കാരെയാണ്. നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി
ശാന്തി.